ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇവർ ആചാരപ്രകാരമൊന്നുമല്ല വിവാഹം കഴിച്ചത്, അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മാത്രമേ ഇവളെ കുഞ്ഞൻ്റെ ഭാര്യയായിട്ട് ഞാൻ അംഗീകരിക്കുള്ളൂ എന്ന് പറയാണ്. അശ്വൻ പറയുന്നുണ്ട്, നോ, എനിക്കങ്ങനെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ഭാര്യ ശ്രുതിയാണ്. ഞങ്ങളുടെ വിവാഹം അമ്പലത്തിൽ വെച്ചിട്ട് നടന്നതാണ്. അത് വിവാഹം തന്നെയാണ് ഒറിജിനൽ വിവാഹം. അതുകൊണ്ട് അതാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കും ശ്രുതിക്കില്ല. എനിക്ക് അവളെ നന്നായിട്ട് അറിയാം, അവൾക്ക് എന്നെ അറിയാം. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ് എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, അച്ഛമ്മ പറയണ്ടേ, ഏത് ഭാര്യ ഭർത്താക്കന്മാരാണ്? വിവാഹം നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ഒരുമിച്ച് നടക്കുന്നത്, അതിൻ്റെ പേര് വേറെയാണ്. നീ കുറച്ച് നാൾ അങ്ങനെ ജീവിക്കാൻ വേണ്ടി വിചാരിച്ചതാണല്ലോ, ലിവിങ് ടുഗദർ. സത്യം പറഞ്ഞാൽ നീ ഇപ്പോൾ ഇവളെയും വെച്ചുകൊണ്ടിരിക്കുന്നത് ലിവിങ് ടുഗദർ തന്നെയാണ്. അതുകൊണ്ട് നിനക്കതല്ല, നിനക്ക് ഇവളെ ജീവിതകാലം മുഴുവൻ ഭാര്യയായിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയണ പോലെ തന്നെ നീ ചെയ്യണം എന്ന് പറഞ്ഞ ആചാരപ്രകാരം തന്നെ ഇവളുടെ കഴുത്തിൽ മിന്നു കെട്ടണം. അതിനുശേഷം രജിസ്റ്റർ ചെയ്യണം മാരേജ്. എങ്കിൽ മാത്രമേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അംഗീകരിക്കപ്പെടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നാളെ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ കുട്ടീനെ ഒരു പേരിടാനോ അല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അമ്മയും അച്ഛനും ശരിക്കും പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരാണെന്നോ ആ കുട്ടിക്ക് പോലും പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് നാളെ പല പ്രശ്നങ്ങളും ഇതിൻ്റെ പേരിലുണ്ടാകും. അതുകൊണ്ട് വേണ്ട, ഇപ്പം തന്നെ താലി കെട്ടണേ നല്ലത് എന്ന് പറയുമ്പോൾ, എന്താ സുഭദ്രമ്മേ, ഞാൻ പറഞ്ഞ ശരിയല്ലേ എന്ന് അച്ഛൻ പറയുമ്പോൾ, ശരിയാ കുഞ്ഞ, അച്ഛമ്മ പറയുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിയാ, നീ എൻ്റെ ഭാര്യ തന്നെയാണ് ശ്രുതി, അത് ഞങ്ങൾ ആരും എതിർത്ത് പറയുന്നില്ല. നിൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ മുഴുവൻ ശ്രുതി കൂടെ ഉണ്ടാകും. പക്ഷേ നാളൊരു സമയത്ത് കുട്ടിയും കുടുംബമൊക്കെ ആകുമ്പോഴേക്കും അന്ന് ഈ മാരേജ് രജിസ്റ്റർ ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം തന്നെ അങ്ങോട്ട് ചെയ്യാമല്ലോ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ തന്നെയുണ്ട്. നമുക്ക് ആഡംബരമായിട്ടും ആഘോഷമായിട്ടും എല്ലാ ആചാരപ്രകാരം തന്നെ ശ്രുതിനെ ഈ വീടിൻ്റെ മരുമകളാക്കാം എന്ന് പറയണം. അപ്പോഴേക്കും മനോരമ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഡ്യൂപ്ലിക്കേറ്റ് മരുമകളെന്ന് ഇനി വിളിക്കില്ല, മരുമകളെന്നേ വിളിക്കൂ എന്ന് പറയണം. അശ്വൻ പറയുന്നുണ്ട്, ശരി, നിങ്ങൾക്കെല്ലാവർക്കും അതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, വിവാഹത്തിന് ഞാൻ സമ്മതമാണ് എന്ന് പറയാണ്. അത് കേൾക്കുന്നത് അച്ഛൻ പറയുന്നുണ്ട്, അങ്ങനെ വിവാഹത്തിന് വെറുതെ സമ്മതിച്ചാൽ മാത്രം പോരാ, എൻ്റെ വേറൊരു കണ്ടീഷനും കൂടി നിങ്ങൾ അനുസരിക്കണം എന്ന് പറയാണ്. കണ്ടീഷനോ? ഇനി എന്ത് കണ്ടീഷനോ അച്ഛമ്മക്കുള്ളത് എന്ന് അശ്വൻ ചോദിക്കുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, അതെ, നിങ്ങളുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചു, പക്ഷേ ഇനി നിങ്ങൾക്ക് ഒരുമിച്ച് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അതെന്ത് പറിച്ചില്ല, അതൊന്നും സാധിക്കില്ല എന്ന് അശ്വൻ പറയാണ്. അപ്പോഴേക്കും നമ്മുടെ സുഭദ്രാമ്മയോട് ചോദിക്കേണ്ട, അച്ഛമ്മ, എന്താ സുഭദ്രാമ്മ, അങ്ങനെയല്ലേ, അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഇവിടെ വിവാഹം നടത്താം. പക്ഷേ വിവാഹം കഴിഞ്ഞവരെ അവളുടെ അമ്മായിയുടെ വന്നിട്ടുണ്ടല്ലോ, അമ്മായി അവളെയും കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ. എന്നിട്ട് വിവാഹ സമയത്ത് എപ്പോഴും വധൂവരന്മാർ വരുന്ന പോലെ തന്നെ വധൂവരന്മാർ വരുന്ന പോലെ തന്നെ ഒരുമിച്ച് വന്ന് താലി കെട്ടും കാര്യങ്ങളൊക്കെ കഴിയട്ടെ. എന്താ, എല്ലാം ആചാരപ്രകാരം തന്നെ ചെയ്യാം. ശരിയാ, അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ട് കുഞ്ഞ, അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ അമ്മായി പറയുന്നുണ്ട് കേട്ടോ, ദേ നോക്ക്, ഞാൻ എൻ്റെ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോകാൻ പോവാണ്. അശ്വിൻ സാറിനെ വിശ്വസിച്ചിട്ട് ഞാൻ എൻ്റെ കൊച്ചിനെ വിളിച്ചിട്ട് പോണത്. നോക്ക്, ഇവിടെ പറഞ്ഞ വാക്ക് ആരും മാറ്റരുത്. കാരണം 6 മാസം നിൻ്റെ കൂടെ കഴിഞ്ഞ കൊച്ചിനെ ഞാൻ വിളിച്ചുകൊണ്ട് പോണത്. അല്ല, നിങ്ങൾക്ക് വിവാഹത്തിന് സമ്മതമല്ല, എൻ്റെ കൊച്ചിനെ വേണ്ടെന്ന് പറയണമെങ്കിൽ ഇവളുടെ ജീവിതം തന്നെ തീർന്നു. അതെല്ലാവരും ആലോചിക്കണം എന്ന് പറയുമ്പോൾ സുഭദ്ര പറഞ്ഞിട്ട്, എന്താ രാധേ നീ പറയണത്, അങ്ങനെ ഞങ്ങൾ ചെയ്യുമോ? ശ്രുതി വീട്ടിലെ മരുമകൾ തന്നെയാണ്. പിന്നെ അച്ഛമ്മക്കും പിന്നെ നമുക്ക് നാട്ടുകാർക്കും ഒരു നേരത്തെ ഒരു ഫുഡ് കൊടുക്കാം, പിന്നെ അവർക്കൊരു മാരേജ് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടല്ലേ നമ്മളിങ്ങനെ ചെയ്യണത്. അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയാണ്. എങ്കിൽ ശ്രുതി നീ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ശ്രുതി ആ സമയത്ത് അശ്വിനെ മാറ്റി നിർത്തിയിട്ട് അശ്വിനോട് പറഞ്ഞു, അശ്വിൻ സർ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണം. എന്താ ശ്രുതി? ഐ ലവ് യു എന്ന് പറയുമ്പോൾ അശ്വിന് സന്തോഷമാണ്. അശ്വിൻ പതിക്കെ ശ്രുതിനെ ഉമ്മ വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ കവിളിലൊരു ഉമ്മ വെച്ചിട്ട് അശ്വിൻ പതിക്കെ ചെവിയിൽ പറയുന്നുണ്ട്, ഐ ലവ് യു ടു ശ്രുതി, മൈ ഡിയർ ശ്രുതി എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ അവിടേക്ക് വരികയാണ്. എന്താ കഴിഞ്ഞില്ലേ നിങ്ങളുടെ എന്ന് ചോദിക്കുമ്പോഴേക്കും, എന്താ അച്ഛമ്മ, ഞങ്ങൾക്കൊന്നും സംസാരിക്കാനും പാടില്ലേ? ഹോ, ഇത് കണ്ടാത്തൊന്നും വേറെ ആരും പ്രണയിക്കുന്നുമില്ല, സ്നേഹിച്ച് വിവാഹവും കഴിച്ചിട്ടില്ലെന്ന്. കാഴ്ച കണ്ട ആൾക്കാർക്ക് കണ്ണുപൊത്തി നടക്കാൻ പറ്റുള്ളൂ ഈ വഴി എന്നൊക്കെ പറയാണ്. അശ്വിൻ സർ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ്. അമ്മായി ശ്രുതിനെയും കൊണ്ടിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തുമ്പോഴേക്കും നമ്മുടെ അമ്മ ചോദിക്കേണ്ടത്, എന്താ ഇവിടെ വന്നിട്ട് ചോദിക്കുമ്പോൾ, എൻ്റെ ഇടത്തി ഒന്നും പറയണ്ട, എന്താ രാധേ, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ അവിടെ പോയപ്പോഴേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അശ്വിൻ മോനും ഇവളും തമ്മിലേ ശരിക്കും പറഞ്ഞാൽ വിവാഹം നടന്നിട്ടൊന്നുമില്ല. അവിടെ കോൺട്രാക്ട് മാരേജ് ആയിരുന്നു. കോൺട്രാക്ട് മാരേജോ? സംഭവം കോൺട്രാക്ട് മാരേജ് ആണെങ്കിൽ രണ്ടുപേർക്കും പിരിയാൻ പറ്റാത്ത അവസ്ഥയായി. ഭാര്യ ഭർത്താക്കന്മാർ തന്നെയായിട്ടാണ് അവർ ജീവിക്കാൻ തുടങ്ങിയത്. പക്ഷേ അശ്വിൻ മോൻ്റെ ഒരു അച്ഛമ്മ വന്നിട്ടുണ്ട്, അച്ഛൻ്റെ അമ്മ ഒരു വില്ലത്തിയാണ്. അവർ പറഞ്ഞു അവർക്ക് നിയമപരമായിട്ടും അതുപോലെ ആചാരപ്രകാരം തന്നെ ഇവരുടെ വിവാഹം നടത്തണമെന്ന്. അതുകൊണ്ട് വിവാഹം നടത്താൻ വേണ്ടി പോവുക. അടുത്ത
മുഹൂർത്തത്തിൽ തന്നെ. അപ്പോൾ അവളിവിടെ കുറച്ച് ദിവസം നിർത്തണം എന്ന് പറഞ്ഞു. ഓ അതാണോ കാര്യം? എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ പോലെ തോന്നുന്നു. അതെനിക്കും തോന്നി എടുത്തി. ഞാൻ അവിടെ വെച്ചിട്ട് പറയുകയും ചെയ്തു അവരുടെ അടുത്ത്, ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോവുകയാണ്, പക്ഷേ കൊച്ചിനെ നിങ്ങൾ ഏറ്റെടുത്തില്ല എന്നാണെങ്കിൽ ഇവിടെ ജീവിതം തന്നെ മാറി മറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് എടുത്ത് ഞാൻ വന്നത് എന്നൊക്കെ പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ അച്ഛമ്മ പതുക്കെ വീട്ടിൽ നിന്ന് മുങ്ങും കേട്ടോ. ഞാൻ എപ്പോഴും ഈ വീട്ടിൽ തന്നെ ഇരിപ്പല്ലേ, ഞാൻ ഒന്ന് പുറത്തൊന്ന് പോകട്ടെ, കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ പതുക്കെ നൈസായിട്ട് മുങ്ങുവാണ്. വേറെ എവിടെയല്ല പോണത്, ശ്രുതിയുടെ അമ്മായിയുടെ വീട്ടിലേക്ക് പോവാട്ടോ. അങ്ങനെ ശ്രുതിയും അമ്മായിയും നമ്മുടെ അമ്മയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ അശ്വിൻ്റെ വീട്ടിലെ വണ്ടി വരുവാണ്. അപ്പോൾ തന്നെ അമ്മായി പറഞ്ഞ ശ്രുതി ഇവിടെ എത്തിയപ്പോൾ തന്നെ ദേ അശ്വിൻ മോൻ വന്നല്ലോ എന്ന് പറയാണ്. ശ്രുതിക്കും സന്തോഷമാവാട്ടോ. ശ്രുതി നോക്കുമ്പോൾ അശ്വിൻ അല്ലാതെ അച്ഛമ്മയാണ്. ശ്രുതിക്ക് അപ്പം തന്നെ എന്തോ വശപശക്ക് തോന്നുന്നുണ്ട്, ഇവരെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന രീതിയിൽ കേട്ടോ. അങ്ങനെ അച്ഛമ്മ അവിടേക്ക് വരുവാണ്. എനിക്ക് അവിടെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് പറയാമെന്ന് വിചാരിച്ചത്. നിങ്ങളിരുന്നാലും എന്ന് പറയാണ് നമ്മുടെ അമ്മായി. എനിക്ക് ഇരിക്കുകയൊന്നും വേണ്ട, നിങ്ങളുടെ മുഖത്ത് നോക്കി കുറച്ച് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നോക്ക്, എൻ്റെ മകനാണ് അശ്വിൻ സായിറ. അതായത് ഞാൻ എൻ്റെ കൊച്ചുമകനെക്കുറിച്ചും കൊച്ചുമകളെക്കുറിച്ചും ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. എൻ്റെ കൊച്ചുമകനെ ചേർന്നൊരു പെണ്ണല്ല, എൻ്റെ കൊച്ചുമകൻ ഇങ്ങനത്തെ ഒരു പെണ്ണിനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവൾ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ നല്ല പെൺകുട്ടികളുണ്ട് അവനെ കെട്ടാൻ വേണ്ടി ക്യൂ നിൽക്കണത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ മോളെ ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ അമ്മായി ചോദിക്കണം, നിങ്ങൾ എന്ത് വർത്താനമാണ് ഈ പറയണത്? നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ അല്ലല്ലോ ഇപ്പോൾ പറഞ്ഞത്. അതെ, അവിടെ നീ ഇവൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനങ്ങനെ പറഞ്ഞത്. എടി പെൺകൊച്ചെ, മേലൽ ആ വീട്ടിലേക്ക് നീ കയറി വന്നേക്കരുത്. എൻ്റെ അശ്വിൻ മോൻ്റെ ഭാര്യയാണല്ലോ, എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? കണ്ടാലും മതി എന്നൊക്കെ പറയാം കേട്ടോ. ശ്രുതിക്ക് ഭയങ്കര വിഷമമാണ്. ശ്രുതി അകത്തേക്ക് പോവാണ്. അമ്മക്കും അമ്മായിക്കും ആകെ വിഷമം വന്നിട്ടോ. അങ്ങനെ കുറേ പൊട്ടിത്തെറിച്ച് നമ്മുടെ അച്ഛമ്മ അവിടെ നിന്ന് പോവുകയാണ്. അച്ഛമ്മ പോയി കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ അമ്മായിക്ക് ആകെ ദേഷ്യം വരട്ടെ. അമ്മായി അപ്പം തന്നെ അശ്വിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അശ്വമോനെ, ഇവിടെ എന്തൊക്കെയാണ് നടക്കണത്? എന്താ അമ്മായി, എന്താ കാര്യം? ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ പുറകെ നിൻ്റെ അച്ഛമ്മയും വന്നായിരുന്നു. ഇവിടെ വന്നിട്ട് എന്തൊക്കെ കോലാഹലം അവരുണ്ടാക്കിയെന്ന് അറിയാവോ? അച്ഛമ്മ അവിടെ വന്നിരുന്നോന്നാ? കൊള്ളാം. അപ്പം നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അറിഞ്ഞു, ഇവിടെ നിന്ന് പോയത് ഷോപ്പിങ്ങിനാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. എങ്കിൽ അവർ നേരെ വന്നത് ഇവിടേക്കാണ്. ഇവിടേക്ക് വന്നിട്ട് പറഞ്ഞ് വിവാഹം നടക്കില്ല, ഞങ്ങളുടെ പെൺകൊച്ചിനെ നിനക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അച്ഛമ്മാൾ കൊള്ളാലോ. അമ്മയും ഒന്നോർത്ത് വിഷമിക്കേണ്ട, എന്തായാലും വിവാഹം നടത്താൻ വേണ്ടി വീട്ടുകാർ തീരുമാനിച്ചല്ലേ, അടുത്ത മുഹൂർത്തം തന്നെ എടുക്കുന്നുണ്ട്. ആ സമയത്ത് താലി കെട്ടും. അച്ഛമ്മ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ അച്ഛമ്മ ഉണ്ടാവണമെന്ന് ആർക്കാൻ നിർബന്ധം? എൻ്റെ അച്ഛനും അമ്മയും മരിച്ച സമയത്ത് അവിടെ നിന്ന് നാട് വിട്ട ആളാണ് ഈ അച്ഛമ്മ, എന്നിട്ട് വന്നിരിക്കുന്നു. നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നോക്ക്, ശ്രുതിയുടെ ഭർത്താവ് ഞാനാണ്. എല്ലാവരും പറഞ്ഞിട്ട് അവളെ താലി കെട്ടാന്ന് വിചാരിച്ചു, അല്ലെങ്കിലും അത് ശരിയാണല്ലോ, നാളൊരു സമയത്ത് ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ ഉണ്ടാവരുത്. അതുകൊണ്ട് ഞാനും സമ്മതിച്ചു. എന്തായാലും ഒരു കാര്യം ചെയ്യാം, അടുത്ത മുഹൂർത്തം പറ്റുമെങ്കിൽ നാളെയോ മറ്റന്നാൾ തന്നെ ഒരു ഡേറ്റ് എടുക്കാം. അറിയിക്കണ കുറച്ച് ആൾക്കാരെ മാത്രം അറിയിച്ചാൽ മതി. ശരി അശ്വമോനെ, നീ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർ സമാധാനത്തിലിരിക്കുകയാണ്. അച്ഛമ്മക്ക് എന്തായാലും തിരിച്ചു വരുമ്പോഴേക്കും അശ്വിൻ്റെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കിട്ടും കേട്ടോ. കാരണം അച്ഛമ്മക്ക് രണ്ട് കിട്ടണം, അവരവിടെ നിന്ന് ഓടിപ്പോണം. ആ ഒരു രീതി തന്നെയാണ് ഇനി കാണാൻ പോകുന്നത്. പിന്നെ ശ്യാമും സെലിനും തമ്മിൽ എന്തൊക്കെയോ ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അതായത് അശ്വിൻ്റെയും ശ്രുതിയുടെയും വിവാഹത്തിൻ്റെ തലേന്ന് തന്നെ നമ്മുടെ അഞ്ജലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തോ പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പറ്റുമെങ്കിൽ ഞാനിപ്പോൾ ഒരാഴ്ചയും കൂടി അല്ലേ ഉള്ളൂ ക്ലൈമാക്സ് ആവാൻ. പറ്റുമെങ്കിൽ എപ്പിസോഡിൻ്റെ റിവ്യൂ കൂടി ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.